മലയാളി അല്ലെങ്കിലും മലയാള സിനിമയിൽ നിരവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് മലയാള പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ പത്മപ്രിയയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയല്ലോ, സെക്കൻഡ് നല്ല ഹീറോയിനൊക്കെ ആയിട്ട് തകർത്തതിന്. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കാൻ വന്നില്ല, അതെന്തു പറ്റി? I don't think it's justified to give that kind of an award to a character like Neeli. ശ്വേത തന്നതോ എനിക്ക് തരാൻ അങ്ങനെ എനിക്ക് ഒരു സംശയമൊന്നുമില്ല. ബട്ട് ഈ കഥാപാത്രം നോക്കിയാൽ ശ്വേത ചെയ്ത ക്യാരക്ടർ ബാലരി മണിക്കും ഞാൻ ചെയ്ത ക്യാരക്ടർ നീലി, രണ്ടുപേരും അങ്ങനെ നോക്കിയാൽ രണ്ടുപേരും സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. അപ്പോൾ ഒന്ന് മാത്രം മികച്ച ഒരു ബെസ്റ്റ് ആക്ടറായിട്ട് തന്നിട്ട് ഇന്ന് സെക്കൻഡ് ബെസ്റ്റ് ആക്ടറായിട്ട് ബിക്കോസ് ഇത് സപ്പോർട്ടിങ് ആയിട്ട് പറയാൻ ഉള്ള ഒരു ഉദ്ദേശം ശരിയില്ല. Secondly, the producer of the film it's been നമ്മളുടെ കേരള സിനിമയുടെ ഹിസ്റ്ററിയിലെ ഒരു വലിയ ഹിറ്റാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹിറ്റ്സ്. ഇറ്റ്സ് ഓൾസോ ദ മോസ്റ്റ് പേട്രിയോട്ടിക് ഫിലിം സറൗണ്ടിങ് ദ കേരള ഹിസ്റ്ററി. ഇത്ര കാശ് നമ്മളുടെ കേരളത്തിൻ്റെ മാർക്കറ്റ് ഫിലിം ഇൻഡസ്ട്രി ഇത്ര ചെറിയായിരിക്കുമ്പോൾ അത്ര ധൈര്യമായിട്ട് ഇത്ര കോടിക്കണക്കിന് രൂപ അവർ ചെലവഴിച്ചു ഈ പടത്തിന്. ജസ്റ്റ് ബിക്കോസ് ഹി വാസ് വാണ്ടിങ് ടു ക്യാപ്ചർ ദ ഹിസ്റ്ററി ഓഫ് ദ കേരള. ഇത് ഹിറ്റായില്ലെങ്കിൽ എല്ലാം നഷ്ടം അവർക്കായിരുന്നു. അപ്പോൾ അങ്ങനെ പോലെ ഒരു പ്രൊഡ്യൂസറിന് അങ്ങനെ ഒരു റെക്കഗ്നിഷൻ തരാതെ ദാറ്റ് കൂടെ സ്റ്റേറ്റ് ലെവൽ ഈ മത്ത അവാർഡുകൾ കിട്ടിയോ കിട്ടില്ലെങ്കിൽ അത് ഒരു വലിയ വിഷയമില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ നീലിൻ്റെ ക്യാരക്ടർ നിങ്ങൾ ലോജിക്കലി ആയിട്ട് നോക്കിയാൽ കമ്പയർ ടു ശ്വേതാസ് ക്യാരക്ടർ ഇൻ പാലേരി ഈസ് എ വെരി യുണീക്ക് ക്യാരക്ടർ. നമ്മൾ മലയാളം സിനിമേൻ്റെ ഹിസ്റ്ററിയിൽ അറ്റ്ലീസ്റ്റ് ഇൻ ദ ലാസ്റ്റ് 4-5 years ഇറ്റ്സ് എ വെരി ഡിസ്റ്റിങ് ക്യാരക്ടർ. ഇത് ഞാൻ പറഞ്ഞിട്ടൊരു ആവശ്യമില്ല, നിങ്ങളൊക്കെ കണ്ട സാധനമാണ്. ശ്വേത പാലേരിയിൽ ചെയ്ത ക്യാരക്ടർ ഭയങ്കര സെപ്പറേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഒരു നല്ല ക്യാരക്ടർ ഇല്ലെന്ന് ഞാൻ പറയൂല. പക്ഷെ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി നോട്ട് എ ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടർ ലൈക്ക് നീലി. കമ്പയർ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ്ലി ഐ ഹാഡ് ഡബ്ഡ് ഫോർ ദിസ് ക്യാരക്ടർ വാസ് നോട്ട് ഡബ്ഡ്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക് ക്യാരക്ടർ. ഇറ്റ് ഹാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് റെലവൻസ്. അതിൻ്റെ നോട്ടത്തിൽ നോക്കണം. ആൻഡ് ദി അക്കാഡമി ഹാസ് ബീൻ വെരി അൺഫെയർ ഫോർ എ ലോങ് ടൈം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നൗ, ഈവൻ ബിഫോർ twice they have done this to me when I deserve to get the best actor. So അവർക്ക് നമ്മൾക്ക് തരാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾക്ക് എടുക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ സിനിമ അവർക്ക് വേണ്ടി ചെയ്തില്ല, അവർ അവാർഡ് നമ്മൾക്ക് വേണ്ടിയാണ് വെക്കുന്നത്. അത് അവർക്ക് മനസ്സിലായാൽ ശരിയാണ്. ആക്ട്രസ് ആവാൻ തന്നെയായിരുന്നു ഇഷ്ടം? ഇല്ലല്ല, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം ഇതൊക്കെ ഉണ്ടാവും അറിയാം, അതുകൊണ്ട് ഞാൻ ആവാത്തത്. അത് അങ്ങനെ ആയിപ്പോയി. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ തലയിൽ മുകളിൽ വന്ന് വീണിട്ട് നമ്മൾ കൊല്ലും. അങ്ങനെ പോലെയാണ് സാധനം നടി. പിന്നെ എങ്ങനെ വരാൻ അത് താല്പര്യമില്ലെങ്കിൽ പിന്നെ കളഞ്ഞാൽ പോരായിരുന്നു? കളഞ്ഞു, കുറേ വർഷമായിട്ട് കളഞ്ഞു. അത് അങ്ങനെ വന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിലുള്ള സാധനമില്ല. ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ 30 നമ്മുടെ ഇൻഡസ്ട്രി അറിയാമല്ലേ, പച്ച കുട്ടികളൊക്കെ എടുത്തിട്ട് ഹീറോയോടൊക്കെ ഡാൻസ് ചെയ്യാൻ പറയും. എനിക്ക് 12 വയസ്സിലേന്ന് എനിക്ക് 12 വയസ്സ് പ്രായത്തിൽ നിന്ന് ആൾക്കാർ ചോദിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം. അപ്പോൾ ആ പ്രായത്തിൽ എനിക്ക് അറിയാമായിരുന്നു ഈ ഇൻഡസ്ട്രി ഇങ്ങനെയാണ്, ഞാൻ പോവില്ലാന്ന് വിചാരിച്ചു. പക്ഷേ സിനിമ വളരെ ഒരു ബ്യൂട്ടിഫുൾ മീഡിയമും ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെയോ വന്നോ ഇല്ല, എനിക്ക് വന്നു, അത്രേ ഉള്ളൂ. ഡെസ്റ്റിനി വന്നു. അപ്പോൾ ശരിക്കും എന്താകാനായിരുന്നു അപ്പോൾ ശരിക്കും ഇഷ്ടം? എന്തായാലും എനിക്കങ്ങനെ എന്ത് ജോലി ചെയ്താലും എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ ഫിലിമിൽ മൊത്തത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മലയാളം മൂവീസ് അല്ലെങ്കിൽ തമിഴ് മൂവീസ്, ഹിന്ദി മൂവീസ്, ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത് പത്മപ്രിയ? ശരിക്കും ഞാനത് സിനിമ ആയിട്ടാണ് കാണുന്നത്. എല്ലാം ഒരുപോലെയാണോ? അത്രേ ഉള്ളൂ. അപ്പം തമിഴ് എല്ലാവരും മനുഷ്യന്മാരല്ലേ? പക്ഷേ പലരും പല സെലിബ്രിറ്റീസിനോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന പറയുന്നതാണ്, എനിക്ക് ഇന്ന ലാംഗ്വേജിൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഇത് ചെയ്യുമ്പോൾ. ഞാൻ ചെയ്ത എല്ലാ ആൾക്കാരും വളരെ പാവപ്പെട്ട ഡയറക്ടേഴ്സും പാവപ്പെട്ട പേടിച്ചിട്ടാണോ? അല്ലല്ല, എന്നെ ഞാൻ അവരെ പേടിച്ചിട്ടൊന്നുമില്ല, അവരും എന്നെ പേടിച്ചിട്ടൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാവരും റെസ്പെക്റ്റോടെ നമ്മൾ ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രേമം, ഭയങ്കര അഫെക്ഷനും ഭയങ്കര ഒരു ബഹുമാനമുള്ള ആൾക്കാരോടാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരാളെ മറ്റേ ആളോട് അങ്ങനെ വ്യത്യാസമായിട്ട് ഞാൻ കാണാൻ പറ്റൂല. എൻ്റെ തമിഴ് ഡയറക്ടേഴ്സും എൻ്റെ മലയാളം ഡയറക്ടേഴ്സും എനിക്ക് അത്രത്തോളം എനിക്ക് ബോത്ത് ഓഫ് ദം ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു മീ. സോ ഞാനിപ്പോൾ ഹിന്ദിയിൽ ചെയ്യുന്ന ഫിലിം ഡയറക്ടർ ചന്ദൻ നറോർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞാനത് പറയാൻ പറ്റുമോ, എനിക്ക് ഇവിടെയാണ് മാത്രം കംഫർട്ടബിൾ, ഇവിടെ മാത്രം കംഫർട്ടബിൾ ഇല്ല. എവ്രിവെയർ ഇറ്റ്സ് അബൌട്ട് ഹ്യൂമൻ ബീങ്സ് ആൻഡ് യു ഡീലിംഗ് ഓൺലി വിത്ത് ഹ്യൂമൻ ബീങ്സ്. നമ്മളുടെ റേസ് മാത്രം നമ്മൾ നോക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെ? മലയാളം ഫിലിമിൽ ചോദിക്കുന്ന തെറ്റാണ് ആക്ച്വലി. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? കൂടുതലും ഇമോഷണലായിട്ട് അല്ലെങ്കിൽ അറിഞ്ഞ് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ ഏതാണ്? അങ്ങനെ എൻ്റെ ക്യാരക്ടേഴ്സ്
അങ്ങനെയല്ല, എല്ലാ സിനിമകളും അങ്ങനെ അങ്ങനെ അതെന്താണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പിന്നെ എന്നെ ചോദിച്ചത് എന്താ കാര്യം? അങ്ങനെ ചോദിക്കണല്ലേ? ഞാൻ അങ്ങനെ പറയാം, പിന്നെ അങ്ങനെ ചോദിച്ചിട്ട് എന്തിനാണ് ചോദിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരോ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഓരോരോ സിനിമ സൈൻ ചെയ്യാണ് ഓരോരോ സമയത്തിൽ. ഞാൻ വടക്കുനാഥൻ ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ വടക്കുനാഥൻ ചെയ്താൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യും, മനസ്സിലായോ? അപ്പോൾ മീരേൻ്റെ കഥാപാത്രത്തിന് ഞാൻ അപ്പോൾ ചെയ്തപ്പോൾ അപ്പോൾ ഉള്ള സംവിധായകൻ തന്നെ ഇപ്പോൾ വടക്കുനാഥൻ ചെയ്താൽ, ഷാജുൻ തന്നെ ഇപ്പോൾ ഈ സിനിമ ചെയ്താൽ ഭയങ്കര വ്യത്യാസമായിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര വ്യത്യാസമായിട്ട് ഇല്ലാതെ ഭയങ്കര മോശമായിട്ട് എടുക്കാനും സാധ്യതയുണ്ട്. ഞാനും അങ്ങനെയാണ്, ഭയങ്കര മോശമായിട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, നമ്മൾ എത്രത്തോളം ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ, അതാണ് നമ്മളുടെ ശ്രമം. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം യു മേ either see a progression or a digression. അതുകൊണ്ട് ഞാൻ ആൻഡ് ബിക്കോസ് ഓൾ മൈ ഫിലിംസ് ഐ ഹാവ് ചോസൻ വിത്ത് എ ലോട്ട് ഓഫ് കെയർ. ഞാൻ വളരെ നോക്കിയിട്ട് ഞാൻ മറ്റ് നടികൾ പോലെ അല്ലെങ്കിൽ ലൈക്ക് അതർ ആക്ടേഴ്സ് ഐ ഡോണ്ട് ഹാവ് റിലീസസ് എവറി മന്ത് ഓർ എവറി സീസൺ. മാക്സിമം ലാസ്റ്റ് ഇയർ എൻ്റെ പഴശ്ശിരാജൻ മാത്രമാണ് റിലീസായത്. പക്ഷെ എനിക്ക് മതി, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു പഴശ്ശിരാജൻ മതി എനിക്ക്. വർഷത്തിലെല്ലാം 10-12 മാസത്തിൻ്റെ റെക്കഗ്നീഷൻ ഒരു മാസത്തിൽ കിട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ പോലെ ഒരു പ്രോഫിറ്റ് തരം ഒരു സാധനം മാത്രം ഉണ്ടാക്കിയാൽ എനിക്ക് മതിയാണെന്ന് എൻ്റെ തോന്നുന്നത്. അതുകൊണ്ട് 4-5 സിനിമ വന്നാൽ ഞാൻ ചെയ്യൂലെന്നില്ല. 4-5 പഴശ്ശിരാജ പോലെ സിനിമ വന്നാൽ 4-5 സിനിമ ചെയ്യാം. ഇപ്പോൾ മിക്കവാറും ഈ എന്താ പറയുക സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ കൊടുക്കുന്നു. ഞാൻ വന്നിട്ട് 4 വർഷമായി ഞാൻ ചെയ്ത സിനിമകളിൽ സ്ത്രീ കഥാപാത്രം പ്രധാനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലക്കാണത് അല്ല, കുറച്ച് എനിക്ക് തോന്നുന്നു അത് ലക്കാണോ? ഞാൻ 1.5 വർഷം പഴശ്ശിരാജന് വേണ്ടി വെയിറ്റ് ചെയ്തു. ലക്കാണോ? ആയിരിക്കാം അത്. പക്ഷെ ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിൽ. അത് ലക്ക് മാത്രമല്ല, അതിന് വേണ്ടി ശ്രമപ്പെടണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ് ഡസൻറ്റ് കം സോ ഈസിലി. ഐ മീൻ ഇഫ് യു കീപ് ഡൂയിങ് ഫ്രിവിലസ് ക്യാരക്ടേഴ്സ്, നിങ്ങൾ എല്ലാം മോശം ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്താൽ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ നല്ല ക്യാരക്ടർ തരൂല. അത് ബേസിക് അണ്ടർലൈനിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. യെസ്, റൈറ്റേഴ്സ് വളരെ കുറവായി പോയി, നല്ല റൈറ്റേഴ്സ് വളരെ കുറവായി പോയി, നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്ന സാധ്യത വളരെ വളരെ കുറവായി പോയി. പക്ഷേ നിങ്ങൾ തന്നെ അത് ഇനി മോശമാക്കിയാൽ even actors are responsible for the state of affairs is what I feel. ഞാൻ പറഞ്ഞില്ല, സിനിമയിൽ താല്പര്യമുള്ള ആൾക്കാർ വേറെ ആയിട്ട് വിചാരിക്കും, താല്പര്യമില്ലാത്ത ആൾക്കാർ വേറെ ആയിട്ട് വിചാരിക്കും. എനിക്ക് സിനിമ ഒരു പ്രൊഫഷൻ മാത്രമില്ല, എനിക്ക് പാഷനും കൂടെയാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. വേറെ ആൾക്കാർക്ക് അത് പ്രൊഫഷൻ മാത്രമാണെങ്കിലും ശരിയാണ്. അത് അവരവരുടെ ജീവിതമാണ്, അവരവരുടെ നോട്ടമാണ്. But it affects the whole industry is a very important point to note. അങ്ങനെ തന്നെ ഈ സ്റ്റേറ്റ് അവാർഡിൻ്റെ സാധനം പറഞ്ഞല്ലേ, this whole thing is very recursive. They send a very bad precedent. State award is supposed to represent the best of the state and you're supposed to represent that feeling. എന്ത് പോളിറ്റിക്സ് ഉണ്ടായാലും അത് മാത്രം. വേറെ അവാർഡ്സൊക്കെ നമ്മൾ പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡ്സ് ഭയങ്കര അൺബയസ്ഡ് ആയിട്ട്, ഭയങ്കര ഒരു നോൺ പൊളിറ്റിക്കലായിട്ട്, ഭയങ്കര ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നോക്കുന്ന ഒരു വിഷയമാണ്. ബിക്കോസ് ഇറ്റ് സെറ്റ്സ് പ്രസിഡൻസ് ഫോർ അതർ അവാർഡ്സ്. അത് മാത്രമല്ല, അത് കുറേ ആൾക്കാർ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ്സ് ആർ ദി ഓൺലി പ്ലാറ്റ്ഫോം. പഴശ്ശിരാജ പോലെ സിനിമ മാത്രമല്ല ഞാൻ പറയുന്നത് കുറേ സിനിമകളുണ്ട്. അവർ പാവപ്പെട്ട ആൾക്കാരാണ്, അവർ ഭയങ്കര കഷ്ടപ്പെട്ട് നല്ല സിനിമ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പ്രോബബ്ലി മാർക്കറ്റ് റീച്ച് ഇല്ല. ആ ആക്ടേഴ്സ്ക്ക് പ്രോബബ്ലി ഒരു സിനിമാറ്റിക് റിലീസ് ആയിരുന്നില്ല. പ്രോബ്ലി ഈവൻ ഇഫ് ഇറ്റ് റിലീസ്ഡ് ഇറ്റ് ഡിഡ്ന്റ് ഡു വെൽ. അങ്ങനെ പോലെ സിനിമകൾക്കും ഒരു റെക്കഗ്നിഷൻ തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും. ആൻഡ് ഇറ്റ് സപ്പോസ് ടു ബേസിക് അണ്ടർലൈങ് ഇസ് ഇറ്റ് സപ്പോസ് ടു റെപ്രസെൻറ്റ് ദ ബെസ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ ഇയർ ഹാസ് പ്രൊഡ്യൂസ്ഡ്. അതിൽ കോംപ്രമൈസ് ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ഇസ്, ലൈക്ക് ഐ സെഡ്, ആക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഇൻഡസ്ട്രി. ദിസ് ഓൾസോ ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ. ഭയങ്കര പിന്നെ ഇങ്ങനെ പോലെ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഇങ്ങനെ ഒരു പടം ഉണ്ടാക്കില്ല, പിന്നെ അവർക്ക് ഇൻസെൻറ്റീവ് വേണ്ട. അല്ലെങ്കിൽ ഭയങ്കര പാവപ്പെട്ട ഫിലിം മേക്കേഴ്സ് ഈ അവാർഡിന് റെക്കഗ്നിഷൻ കിട്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കിട്ടും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. ബിക്കോസ് ഫൈനലി ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓണർ. അപ്പോൾ അവർക്കൊക്കെ ഇത് മോശമായി പോവില്ലേ? എനിക്ക് അവാർഡിൽ താല്പര്യമൊന്നുമില്ല, അത് ഒരു സെക്കൻഡറിയാണ്. മൈ ഹോൾ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദിസ് ഹോൾ അക്കാഡമി ആൻഡ് ദി അവാർഡ് സിസ്റ്റം ഇസ് ദറ്റ് യു ഹാവ് ടു ബി ഓണസ്റ്റ് ആൻഡ് ജുഡീഷ്യസ് വെൻ ഇറ്റ് കംസ് ടു സ്റ്റേറ്റ് അവാർഡ്സ് ആൻഡ് നാഷണൽ അവാർഡ്സ്. അതങ്ങനെ നമ്മൾ ലീനിയൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ whether it's male or female actors, I think hats off to Malayalam male lead actors. ലാലേട്ടൻ ഇരിക്കട്ടെ, മമ്മൂക്ക ഇരിക്കട്ടെ, എത്രത്തോളം കമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്നുണ്ടോ, അത് ഐ മീൻ സോ കോൾഡ് മസാല ഫിലിംസ് ചെയ്യുന്നുണ്ടോ, അതിനേക്കാളും they also do good films. They also balance it with good films. Why can't female actors do the same?
ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ലൈഫ് കുറേയൊക്കെ അറിയാമായിരിക്കുമല്ലോ, മിക്കവാറും വരികയും ഷൂട്ടിനൊക്കെ വരികയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ കേരളം കാണുന്നു, പിന്നെ പല സ്ഥലങ്ങളിൽ ചെന്നൈ കാണുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂർ, ബോംബെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിനൊരു മാറ്റം ഫീൽ ചെയ്യുന്നത്? ഇത് റോഡാണോ അല്ലെങ്കിൽ ആൾക്കാരുടെ രീതികളാണോ? ആൾക്കാരുടെ ഇൻറ്റഗ്രിറ്റി കുറച്ച് കുറവായി പോയെന്ന് എൻ്റെ സംശയമുണ്ട്. കേരളത്തിൽ പണ്ടത്തെ ഉള്ള ആൾക്കാർ ഇനി കുറച്ച് ഇൻറ്റഗ്രിറ്റി ഉള്ള ആൾക്കാരായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര ഒരു മെറ്റീരിയൽ വേൾഡിൽ മൂവ്മെൻ്റ് ആണുണ്ട്, ഭയങ്കര മെറ്റീരിയൽ ഞാൻ അതുകൊണ്ട് കമ്മ്യൂണിസം ഞാനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി അറ്റ് സം പോയിന്റ് ബിക്കോസ് കമ്മ്യൂണിസം വാസ് വെരി ആക്റ്റീവ് ഇൻ ദിസ് സ്റ്റേറ്റ്, there was not this state of degree of materialism. നമ്മൾ അറബികഥ പോലെ സിനിമ കണ്ടല്ലേ, അതിൽ വരങ്ങൾ മാറ്റങ്ങൾ വെരി ഓബ്വിയസ് ആണ് കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ. എക്സ്ട്രീം മെറ്റീരിയലിസം ഇസ് നോട്ട് ഗുഡ് ഫോർ എനി സൊസൈറ്റി, അത് കേരളത്തിൽ മനസ്സിലാക്കണം. ദാറ്റ്സ് വൈ യു ക്യാൻ സീ ദ കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ സിനിമ ഓൾസോ. സിനിമ നമ്മുടെ സൊസൈറ്റീൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ നമ്മൾ നല്ല സിനിമ ചെയ്താൽ ഓടുന്നില്ല, മോശം സിനിമ ചെയ്താൽ പണ്ടത്തെ ആൾക്കാരും സിനിമ തിയേറ്ററിൽ വരുന്നില്ല. ബിക്കോസ് ദേസേ ഇപ്പോൾ മലയാളം സിനിമ ഇല്ലയെന്ന് പറയും. എന്തിനാ ഇല്ലയെന്ന് മനസ്സിലാക്കില്ല. ഭയങ്കര ഇത്രയൊക്കെ ആൾക്കാർ പറയും ഈ നമ്മൾ സിനിമ കോഫി ടേബിൾ കോൺവെർസേഷൻ അല്ലേ, ആരെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ പറയും. പക്ഷെ നോബഡി, ഈവൻ ദി എഡ്യൂക്കേറ്റഡ് ലോട്ട് ഇസ് ഗെറ്റിംഗ് വെരി മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ഇൻറ്റഗ്രിറ്റി ആൻഡ് വാല്യൂ സിസ്റ്റം വളരെ വളരെ ഡൗൺ ആയി പോവാണെന്ന് എൻ്റെ തോന്നുന്നു. It's not a very negative, it's not a very positive movement that the state is seeing in terms of the people. Even the children don't seem to, I mean, whatever the generation of people I'm interacting with, college kids and all that, അങ്ങനെ ഒരു ഫോക്കസ് ഉള്ള അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രിറ്റി ഉള്ള കുട്ടികളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പം കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് ദേ ഫാർ ബെറ്റർ ഓഫ്. ബട്ട് അങ്ങനെ നമ്മളല്ല കമ്പയർ ചെയ്യുന്നത്. യു ഷുഡ് ഗോ ഫ്രം വേർ യു ഹാവ് കം. സോ ഐ തിങ്ക് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബീൻ എ നെഗറ്റീവ് ഗ്രോത്ത്. ഓക്കെ, ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടല്ലോ, ഓണമുണ്ട്, ക്രിസ്മസ് ഉണ്ട്, അല്ലെങ്കിൽ ഹോളി, ഇതൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കാറുണ്ടോ, അടിച്ചു പൊളിക്കാറുണ്ടോ? എനിക്ക് ഹോളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡൽഹിയിൽ പിറന്നു വളർന്നുകൊണ്ട് നോർത്തിലൊക്കെ പിറന്നു വളർന്നത്. പിന്നെ എനിക്ക് പഴശ്ശിരാജ കണ്ടില്ലേ അടിതടി, എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ ഹോലി ഭയങ്കര ഇഷ്ടമാണ്. ദീപാവലി ബിക്കോസ് ഐ എം എ തമിലിയൻ, നമ്മളുടെ പ്രൈം ഫെസ്റ്റിവൽ ദീപാവലിയും പൊങ്കലാണ്. പിന്നെ ഇപ്പോൾ കേരളത്തിൽ വന്ന ശേഷം നല്ല ഓണം സദ്യ കഴിക്കാത്തുള്ളൂ. സദ്യ മാത്രമേ കഴിക്കൂ. പഴശ്ശിരാജ അത് പ്രൊഡ്യൂസറിൻ്റെ മൂവിയാണോ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഫിലിമാണോ? ഏത് പടവും രണ്ട് ആൾക്കാരില്ലാതെ ചെയ്യാൻ പറ്റില്ല. ആദ്യം ഏത് പടമായെങ്കിലും ഇങ്ങനെ ഒരു സ്കെയിലിലെ പടം ചെയ്യുമ്പോൾ, സ്പെഷ്യലി ഇങ്ങനെ ഒരു ചെറിയ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ, ഡെഫിനറ്റ്ലി ദ പ്രൊഡ്യൂസർ ബിക്കംസ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ്. പക്ഷേ അത്ര കാശ് ഇട്ടിട്ട് ഭയങ്കര മോശമായിട്ട് ഉണ്ടാക്കിയാൽ ആൾക്കാർ കൂവും. സ്പെഷ്യലി നമ്മളുടെ ഹിസ്റ്ററിയും കൾച്ചറും കുറച്ച് സംസാരിക്കുമ്പോൾ. സോ definitely we cannot say if it's a producer or a director's film. Like in every film, both of these are important. In this case, it's far more crucial that these two become correct. ഇവർ നന്നായി കോഎക്സിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സാധനമാണ് പഴശ്ശിരാജ. കുറേ ഞങ്ങൾ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ കുറേ ചർച്ച ചെയ്യും. ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനിൽ വരുമ്പോൾ ഞങ്ങൾ പറയും, ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാവും അവർക്ക് ഇത്രയും എക്സ്പോഷർ കിട്ടുന്നു, കുറേ സ്റ്റേജ് പ്രോഗ്രാം കിട്ടുന്നു. അപ്പോൾ ഇതിനേക്കായി പറഞ്ഞ പോലെ ഇപ്പോൾ പ്രിയം പണ്ട് മുതൽ ഇപ്പോൾ 4 വയസ്സ് മുതൽ ഡാൻസ് ഭരതനാട്യം പഠിച്ചുകൊണ്ട് വരികയാണ്. അപ്പം പലപ്പോഴും ഈ ഇത്രയും ബേസിക്കായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് സ്റ്റേജസോ അല്ലെങ്കിൽ പുറത്തുള്ള എക്സ്പോഷറോ ഒന്നും കിട്ടാറില്ല. അപ്പം നമുക്കറിയപ്പെടുന്ന ഈ ഇന്ത്യയിൽ കുറച്ച് 1, 2, 3, 4 ആൾക്കാർ മാത്രമേ ഡാൻസ് ചെയ്യുന്നത്. അതും ഈ ഫിലിമായി ബേസ് ചെയ്ത ആൾക്കാരാണ്. ഞാൻ പേരിനെടുത്ത് പറയുന്നില്ല. എന്തിനാ? I think some of the best dancers are not film dancers. Priyadarshini Govind. Let's take Bharatanatyam for instance. Priyadarshini Govind, Leela Samson, my own teacher Jayalakshmi Ishwar. കേരളത്തിൽ ഒരുപാട് കുട്ടികൾ എനിക്കറിയാവുന്ന നീന പ്രസാദ് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു റിസർച്ച് ചെയ്ത് വരാൻ പറ്റൂ. ഫേറ്റ് അങ്ങനെയാണ്. എത്ര നടിമാരുണ്ട്, എത്ര നടിമാർ പുറത്ത് വരണുണ്ട്. സക്സസ് റേറ്റ് നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഡെസ്റ്റിനി നമ്മൾ എങ്ങനെ എടുത്തിട്ട് പോകും നമ്മൾ മനസ്സിലാവില്ല. യു ഷുഡ് നോട്ട് കമ്പയർ ദി സ്റ്റേറ്റസ് വിത്ത്, ബിക്കോസ് വാട്ട് ദി ആക്ടർ ഡസ്, ഒരു ആക്ടിങ്ങിന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു സിമ്പിൾ ഒരു സാധ്യമില്ല. ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. You don't go acting, being an actor or being a cinema star is not just going ഒരു സെറ്റിൽ പോയിട്ട് നമ്മൾ അഭിനയിച്ചിട്ട് വരുന്ന സാധനം മാത്രമില്ല. ഇങ്ങനെ പോലെ ചോദ്യം കടും, പിന്നെ ഇങ്ങനെ പോലെ there are so many things, you have to deal with the media, you have to have, ഇതൊരു ഭയങ്കര, ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പറ്റില്ല. ബട്ട് ഒരു ഭയങ്കര ജോലിയാണ് ഒരു നടിയായിട്ട് മാറുമ്പോൾ. ആസ് എ സിനിമ സ്റ്റാർ there is a lot of effort which goes. അപ്പോൾ അതുകൊണ്ട് കൂടെ വരുന്ന ഒരു പ്ലാറ്റ്ഫോം
അതിനൊക്കെ എത്രത്തോളം ഒരു അഡ്വാൻറ്റേജിനോ അത്രത്തോളം ഡിസഡ്വാൻറ്റേജും കൂടെയാണ്. ആസ് ഫാർ ആസ് പീപ്പിൾ ഹു ആർ പ്യുവർ ഡാൻസേഴ്സ് ആൻഡ് നോട്ട് ആക്ടർ കം ഡാൻസേഴ്സ്, ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൾട്ട് സക്സസ് റേറ്റ്. ആൻഡ് എല്ലാം പ്രൊഫഷണലുള്ള പോളിറ്റിക്സും നമ്മൾ ആർട്ട് ഫോമിലുണ്ട്. ഡാൻസിൽ കുറച്ച് കൂടുതലാണ്, ബിക്കോസ് അപ്രിസിയേഷൻ വാല്യൂ ഓഫ് ഡാൻസ് ഹാസ് കം ഡൗൺ ഡ്രാസ്റ്റിക് ആയിട്ട്. നമ്മളുടെ ഓഡിയൻസ് കുറവായി, ഡാൻസ് കാണുന്ന ഓഡിയൻസ് വളരെ കുറവായതുകൊണ്ട് ഡെഫിനറ്റ്ലി സക്സസ് റേറ്റ് ഓഫ് ഡാൻസേഴ്സ് ഇസ് ബിക്കം വെരി ലെസ്. സോ നമ്മൾ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡാൻസ് ഇനി കമ്മ്യൂണിക്കേഷൻ്റെ മോഡാണോ മുമ്പത്തെ പോലെ? ആദ്യം നമ്മൾ ചോദിക്കണം. നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ക്ലാസിക്കൽ ഫോമാറ്റ്സ് ഇപ്പോൾ റെലവെൻ്റ് ആണോ ചോദിക്കാനുള്ള സമയം ആയി. ബിക്കോസ് നമ്മളുടെ ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ഡാൻസ് ഫോംസ് ഇസ് ബേസ്ഡ് ഓൺ ഹെവി ലിറ്ററേച്ചർ, ഹെവി പ്യുവർ ലിറ്ററേച്ചർ, ഹെവി മ്യൂസിക് ആൻഡ് ജെസ്ചർ ലാംഗ്വേജ്. ഇത് ഡാൻസ് ആണെങ്കിൽ ജെസ്ചർ ലാംഗ്വേജ് ആണ്. ഈ ജെസ്ചർ ലാംഗ്വേജ് മനസ്സിലാക്കാൻ ഇപ്പോൾ ആൾക്കാർക്ക് ആർക്കും വരില്ല. ലാംഗ്വേജ് തീരായിട്ടില്ല. ഇപ്പോൾ SMS ലാംഗ്വേജാണ് പോകുന്നത്. ആൾക്കാർക്ക് എങ്ങനെ പ്യുവർ സാൻസ്ക്രിറ്റും പ്യുവർ മലയാളമൊക്കെ മനസ്സിലാവും? എത്രത്തോളം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ, നിങ്ങൾക്ക് തന്നെ എത്രത്തോളം നല്ല പ്യുവർ മലയാളം അറിയും? എനിക്കാണോ? അല്ല, ഐ എം ജനറലി ആസ്കിങ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലാംഗ്വേജ് അല്ല, ആസ് എൻ ഓഡിയൻസ് ടു അപ്രീഷിയേറ്റ് ഡാൻസ്, classical dance, you should have a very strong understanding of music, language, literature, philosophy and gesture. ഞാനിങ്ങനെ ഒരു ഇത്ര കാണിച്ചാൽ മനസ്സിലാവേണ്ട എന്താണെന്ന്. അത് മനസ്സിലാവാതെ നോക്കുന്നത്, അതുകൊണ്ടല്ല നമ്മൾ ഓഡിയൻസ് ഇല്ലാതെ പോകുന്നത്. പക്ഷേ ഇത് സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വി ഹാവ് ടു ഫിഗർ ഔട്ട് ആസ് ഡാൻസേഴ്സ് ഇസ് ഡാൻസ് റെലവെൻറ്റ് ടുഡേ? ഇഫ് ഇറ്റ് ഈസ്, അത് എങ്ങനെ എത്രത്തോളം നമ്മൾ മാറ്റണം, ഏത് രീതിയിൽ മാറ്റണം, എങ്ങനത്തെ പോലെ മ്യൂസിക് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം, എങ്ങനത്തെ പോലെ ലാംഗ്വേജ് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം, എത്രത്തോളം അഡോപ്റ്റ് ചെയ്യണം. വി ഷുഡ് നോട്ട്, ഇപ്പോൾ കുറേ ആൾക്കാർ ഈ സിനിമകളെ മോശം സിനിമകൾ ചെയ്യുന്നുണ്ട് ഓഡിയൻസ് അഡാപ്റ്റ് ചെയ്തിട്ട്. അങ്ങനെയില്ല, ഓഡിയൻസ് ഓൾസോ ഹാസ് ടു അഡാപ്റ്റ് ടു അവർ ടേസ്റ്റ്. അപ്പോൾ എത്രത്തോളം ഈ ചേഞ്ച് എടുത്തുനിന്ന് വരാൻ പറ്റൂ, അതൊക്കെ നമ്മൾ ആലോചിക്കാൻ സമയമായി. ബിക്കോസ് ഇറ്റ്സ് ഹൈ ടൈം വി റിയലൈസ് ദറ്റ് ഓഡിയൻസ് ഫോർ ഡാൻസ് ഇസ് നോട്ട് ദെയർ. നിങ്ങൾ മ്യൂസിക് അക്കാഡമിയിൽ തന്നെ അറിഞ്ഞ നടിമാർ ഡാൻസ് ചെയ്യുമ്പോൾ ഡിസംബർ ഫെസ്റ്റിവലിൽ മ്യൂസിക് ആദ്യം ഉണ്ടാവും, പിന്നെ ഡാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഡാൻസ് ആദ്യം ഉണ്ടാവും, പിന്നെ മ്യൂസിക് ഉണ്ടാവും. മ്യൂസിക് തുടങ്ങുന്ന സമയത്തിൽ വരും, ഇല്ലെങ്കിൽ മ്യൂസിക് കഴിയുന്ന സമയത്തിൽ പോകും. ഡാൻസ് കാണാൻ ആരുമില്ല, ഇൻക്ലൂഡിങ് ഫോർ ആക്ടേഴ്സ്. സോ ദ മോർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഇസ് ടു അഡ്രസ് വെദർ ഡാൻസ് ടുഡേ ഹാസ്, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഹാസ് ഓഡിയൻസ് ടുഡേ, ഓർ ഇഫ് ഓഡിയൻസ് ഹാസ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് റെലവെൻറ്റ്, അത് എത്രത്തോളം അത് മോഡിഫൈ ചെയ്യണം, ചേഞ്ച് ചെയ്യണം, എത്രത്തോളം അഡാപ്റ്റ് ചെയ്യണം, അത് ഭയങ്കര സീരിയസ് ആയിട്ടും അത് ആലോചിക്കുന്ന സമയമായി. ഈവൻ ഫോർ പ്രിയദർശിനി ഗോവിന്ദ് ദർ ഇസ് നോ ഓഡിയൻസ്. വേറെ ആൾക്കാർ വെറും ഡാൻസേഴ്സാണ്. പ്രിയദർശിനി ഗോവിന്ദിൻ്റെ പെർഫോമൻസ് ബാംഗ്ലൂരിൽ ഞാൻ കാണുമ്പോൾ there were only dancers who had come to see her performance. There was no general audience. I had asked and forced all my friends to come. വന്നില്ല. എല്ലാവരും വിജയുടെ സിനിമ കാണാൻ പോയതാണ് അന്ന്. സത്യമാണ്, അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവർ നമ്മൾ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. വെൻ ദ ആർട്ട് ഫോം, വൈ ആർ യു ഡാൻസിങ്? നമ്മളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അഭിനയ, ഓൾ കോൺസെപ്റ്റ് ഓഫ് ഭാവ അഭിനയ ഇസ് ഫൈനലി ഇസ് അബൌട്ട് രസ, ക്രിയേറ്റിംഗ് എ രസ. രസ എന്താണ്? ടു കണക്ട് വിത്ത് ദി ഓഡിയൻസ്. ഇപ്പോൾ ഓഡിയൻസോട് കണക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഡാൻസ് ചെയ്യുന്നത്? അത് ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന സമയമായി. പിന്നെ അതിന് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സമയമായി, അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ സമയമായി, തീർച്ചയായിട്ടും ഒരു സമയമായി.